ഏകദേശം ഇങ്ങനെ ഇരിക്കും ഗൈസ്, കണ്ടാ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ബ്രാല് മുറിക്കാൻ പോകണില്ലേ? ഓക്കെ, സാധനം കിട്ടിയതാട്ടാ. അപ്പോൾ ഏകദേശം 50 കട്ട് ചെയ്തിട്ട് അരവ് തേക്കാൻ സമയമാകുമ്പോൾ വരാട്ടാ. അപ്പോൾ വീഡിയോയിൽ വരാം. ഓക്കെ, ഏകദേശം മീൻ മുറിച്ച് സെറ്റാക്കുകയാണേ. അപ്പോൾ ഈ മീൻ മുറിച്ചൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് കേട്ടോ ഇരിക്കുന്നത്. ഒരുപാട് പിലാപ്പീനെയും ബ്രാലിനൊക്കെ കൊന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഏതായാലും മുറിച്ച് കംപ്ലീറ്റ് ആക്കട്ടെ. സൂപ്പർ, തല 2 കഷ്ണമാക്കി. അപ്പോൾ തല ഏകദേശം 2 കഷ്ണമാക്കി മാറ്റി വെച്ചിട്ടുണ്ടേ. അതിന് അരവ് കൂട്ടാനുള്ള ശ്രമം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അരവൊക്കെ അവിടെ കൂട്ടട്ടെ. മീൻ ഇവിടെ മുറിക്കാൻ പാകത്തിന് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് ഉപ്പ് ആവശ്യത്തിന് മതി. കുരുമുളക് പൊടികൾ ഉണ്ടെങ്കിൽ അതും കൂടി ഇടായിരുന്നില്ലേ? വേണ്ട, ഇപ്പോൾ ഇതാക്കില്ല. ഞാൻ ഇത് കഴിഞ്ഞിട്ട് പൊടിച്ച് വെക്കാൻ. ഫിഷിംഗ് വീഡിയോ അതോടെ കഴിഞ്ഞിട്ടില്ല കേട്ടാ, ഇനിയും പോകണം. പുലർച്ചെ ഞാൻ ഒരു പോക്ക് പോകുന്നുണ്ട്, അതെടുക്കാം. പിന്നെ വൈകുന്നേരം നേരത്ത് ഒന്ന് പോവാം. വീഡിയോ വരും, വയ്യ വരും. അപ്പോൾ ഇത് ഈ ഫിഷിംഗ് വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, നമുക്കിത് മുറിക്കല്ലേ കിടക്കാനേ. കുനുകുനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാ. ആഹാ, പീസ് നോക്കി മക്കളെ. ഈ മീനിന് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേര് പറയുന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. കാരണം പല സ്ഥലത്തും പല പേരിലാണ്. കണ്ണെന്ന് പറയുന്നവരുണ്ട്, തിരുനായ ഭാഗത്തേക്ക് കണ്ണെന്ന് പറയും, നമ്മുടെ ഭാഗത്തേക്ക് ബ്രാലെന്ന് പറയും. ഇനി ചെറുമീന, വാഗ, അങ്ങനെയൊക്കെ കുറേ പേരുകൾ വരുന്നുണ്ട്. കണ്ട ക്ലീൻ പീസ്. ഇത് കുഞ്ഞതിട്ടാ, ചെറുതുമല്ല ഏറ്റവും വലുതുമല്ല. അതിൻ്റെ രണ്ടിൻ്റെ നടുക്കിൽ നിൽക്കുന്ന ഒരു സൈസ് സാധനത്തിന് നമുക്ക് ഇപ്പോൾ കിട്ടിയത്. ഇതിനെ വലുതിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വാൽഭാഗം. ഓക്കെ, നമ്മളത് അരവ് തേക്കേട്ടാ. പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം വെക്കാല്ലേ? അപ്പോൾ ഇത് അരവ് പിടിക്കട്ടെ. ഞാൻ വറക്കണ വീടിയായിട്ട് വരാം. ഓക്കെ, അപ്പോൾ അത് അരവ് പിടിക്കട്ടെ, എന്നിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അരവ് പിടിച്ചിട്ടാ ഇനി അടുപ്പ് കൂട്ടണം. അതിനുള്ള ശ്രമമാണ്. കനലുണ്ടല്ലേ അതിൽ? സൂപ്പർ. കത്തട്ടെ, കത്തി പിടിക്കട്ടെ.
ആഹാ. അപ്പോൾ തീ കത്ത് പിടിക്കട്ടെ. ചൂടാവുന്നുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ചെടുക്കണേ. ഓക്കെ. ചൂടായാലുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നാലും ഇട്ട് കൊടുക്കാം. അന്തസ്. ഇപ്പോഴത്തേക്കുള്ള വേണമെങ്കിൽ വറുത്ത് വെച്ചിട്ടേ ബാക്കി വൈകുന്നേരത്തേക്ക് വറക്കാം. ഫ്രിഡ്ജിലേക്ക് വെച്ചാലേ. ഞാനും വരാം. ഓക്കെ. അല്ല, വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അടച്ച് വെച്ചാൽ വരെ ഗായ്സ്. അപ്പോൾ നമ്മൾ ബ്രാല് ഫ്രൈ ആവുകയാണ്. നമ്മളുണ്ടാക്കിയ അടുപ്പാണ്. ഇത് വെച്ചുകൊണ്ട് അധികം തീ പാടണില്ല. അപ്പോൾ അതുപോലെ ഇനി ഇതിനും ഉണ്ടാക്കണം. ഒന്ന് മറച്ചിടണേ. ഹലോ ഗായ്സ്, ഈ മീൻ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഇങ്ങനെ പിടിച്ച് കഴിച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേ. ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടില്ല. കാരണം ചെറുമീൻ എന്നുള്ള ആ ഒരു കാറ്റഗറിയിലുള്ളതുകൊണ്ട് ഇഷ്ടപ്പെടില്ല. ചിലവർക്ക് പുഴമീൻ ഇഷ്ടപ്പെടില്ല, ചിലവർക്ക് കടൽമീൻ ഇഷ്ടപ്പെടില്ല. അങ്ങനെയൊക്കെ ഓരോരോ കാറ്റഗറി ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ പിന്നെ എല്ലാതും പോകില്ലേ. കടലും പുഴയും പാടും ഒക്കെ പോവും. ഇതിനുണ്ടല്ലോ ഒരു പൊട്ടിത്തെറിയൊക്കെ. അന്ന് ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഏട്ടമ്മൂടെ ഒന്ന് വറക്കാൻ ശ്രമിച്ചാണ്. എൻ്റെ പൊന്നെ, ആ മുട്ട് പൊടറാൻ വരെയാണ് പൊട്ടിയത്. പിന്നെ മനസ്സിലായത് ഇനി കറിയിലിട്ടാൽ മതി. അപ്പോൾ ഈ ഏട്ടമ്മൂടെ ഈ വറക്കുമ്പോൾ ഈ പൊട്ടിത്തെറിക്കാതെ വറക്കാനുള്ള വല്ല ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരീട്ടാ. അല്ലേ, അങ്ങനെയൊക്കെ ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരി. അങ്ങനെ വറക്കാൻ പറ്റും തോന്നുന്നു. അറിയുന്നവരുണ്ടാവും. പൊട്ടിത്തെറിച്ച് പോവാണ് മൊത്തം. ആ ഫിനിഷിങ്ങിൽ കിട്ടണില്ല. ഏകദേശം ഒരു 3 എണ്ണം അതിലേക്ക് മാറ്റാം. ഏകദേശം ഇങ്ങനെ ഇരിക്കും ഗൈസ്, കണ്ട. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ബ്രാലി ഫ്രൈ. അപ്പോൾ പുതിയൊരു വീഡിയോസുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ. സംഭവം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഏതായാലും ഉണ്ടാക്കി നോക്കിയതല്ലേ. ഒരു പീസ് നോക്കിയിട്ട് തന്നെ എടുക്കാം. ഓക്കെ. സൂപ്പർ. ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ ഓക്കെ.